അതെ, കുട്ടീനെ ഞാൻ ഒരുപാട് ദിവസമായി ശ്രദ്ധിക്കുന്നു. എനിക്ക് കുട്ടീനെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്കും ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് സർക്കാർ ജോലിയില്ല. ഹലോ അച്ഛാ, ഇവിടെ നെഹ്റു പാർക്കിൽ ഒരുത്തൻ എന്നെ ശല്യം ചെയ്തോണ്ടിരിക്കോ. അച്ഛൻ വേഗം വാ അച്ഛാ. ചേട്ടാ ഫോൺ എന്തേരോ, ഒരു കോൾ ചെയ്യാനാ. കുട്ടിയുടെ കയ്യിൽ ഫോണല്ല ഇരിക്കുന്നത്. അതല്ല, എന്റെ വിളിച്ചപ്പോഴേ സ്വിച്ച് ഓഫ് എന്ന് പറയാ. ഹലോ ഹലോ ആ ഹലോ ഹലോ, നേഴ്സാണോ? ആണ്. എന്നിട്ട് പെണ്ണിന്റെ ശബ്ദം അങ്ങനെ കേൾക്കുന്നത്? ഞാൻ നേഴ്സാണ്, പറഞ്ഞോ. 304 നമ്പർ റൂമിൽ കിടക്കുന്ന ലോലപ്പൻ എന്ന പേഷ്യന്റ് എങ്ങനെയുണ്ട്? അയ്യോ, ഇന്ന് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ആ. പിന്നെ ഇന്ന് ഞാൻ ഷുഗർ നോക്കിയിരുന്നു, ആ. അപ്പൊ കുറഞ്ഞിട്ടുണ്ട്. പ്രഷറും കുറവാണ്. വേണമെങ്കിൽ നാളെ ഡിസ്ചാർജ് ചെയ്യാം. നല്ല വാർത്തയാണല്ലോ കേൾക്കുന്നത്. ആണോ? ആ. അതെ, ലോലപ്പന്റെ ആരാ? ലോനപ്പന്റെ ആരാരോ അല്ല, ലോനപ്പന്റെ ആരും അല്ല, ആ. ലോനപ്പൻ തന്നെയാണ് സംസാരിക്കുന്നത്. 304 നമ്പർ റൂമിൽ നിന്ന് ലോനപ്പൻ സംസാരിക്കുകയാണ്. 2 ദിവസമായിട്ട് ഇങ്ങോട്ട് ഡോക്ടറും വന്നിട്ടില്ല, സിസ്റ്ററും വന്നിട്ടില്ല, ഒരു ക്ലീനർ പോലും വന്നിട്ടില്ല. എനിക്ക് എന്താ അസുഖം ഉണ്ടോ എന്ന് ഞാൻ വിളിച്ചു ചോദിക്കുകയായിരുന്നു. അതെ, ക്ഷമിക്കണം കേട്ടോ, ഞാൻ എല്ലാം കൂടെ നോക്കി നടത്താൻ ഞാനേ ഉള്ളൂ, അതുകൊണ്ടാണ്. നിങ്ങൾ അവിടെ പുല്ല് പറിക്കാൻ ഇരിക്കുകയാണോ? അല്ല, വെച്ചിട്ട് പോടോ. അപ്പൊ പിന്നെ ബില്ലടക്കാതെ പൊക്കോട്ടോ. അയ്യോ, ബില്ലടിക്കാൻ പോകരുത്, ബില്ലടിക്കാൻ പോലെ. എന്തായി, അച്ഛൻ എന്താ പറഞ്ഞേ? നമ്മുടെ കല്യാണത്തിന് അച്ഛൻ സമ്മതിക്കും തോന്നുന്നില്ല. എന്തേ? സർക്കാർ ജോലി ഉള്ളവർക്ക് അച്ഛൻ കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇത് വിഷക്കുപ്പിയാ. നമുക്കൊരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊരുമിച്ച് മരിക്കാം. ഞാൻ ആദ്യം കഴിക്കാം. വേണ്ട വേണ്ട, ഞാൻ ആദ്യം കഴിക്കാം. വേണ്ട, ഞാൻ കഴിക്കാം. വേണ്ട, ഇനി നീ കഴിച്ചോ. പുറത്തുനിന്ന് ആരെന്ത് തന്നാലും കഴിക്കരുതെന്നേ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ. അയ്യോ.